ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏനമാക്കലിലെ സെൻറ് ജോസഫ് ഹൈസ്കൂളിലാണ്. ഈ സ്കൂളിലെത്തിയത് ഞാനൊരു ഓണക്കോടി എടുക്കാനായി എത്തിയതാണ്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയതാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആ സംശയം ഞാൻ തീർത്തു തരാം. ഇതാണ് ഏനമാക്കൽ സെൻറ് ജോസഫ് സ്കൂളിലെ ഓണക്കോടി ലഭിക്കുമെന്ന് പറഞ്ഞ സ്ഥലം. ആർക്ക് വേണമെങ്കിലും ഈ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള ഓണക്കോടി ഈ സ്കൂളിലെ ഈ മുറിയിൽ വന്നാൽ തിരഞ്ഞെടുക്കാം. ഈ സ്കൂളിലെ HM ജോഷി പോൾ ഉണ്ട്. സാറേ, ഒരു സ്കൂളിലൊരു ഓണക്കോടി, അതും എല്ലാവർക്കും ഏത് പ്രായമാണെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അത്? നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ വർഷം ഓണാഘോഷത്തിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളോട് ഓണക്കോടി എടുത്തു വരാൻ പറഞ്ഞപ്പോൾ കുറേ വിദ്യാർത്ഥികളെങ്കിലും അതിൽ നിന്നും വിഭിന്നരായിട്ട് യൂണിഫോമിൽ തന്നെയാണ് അവർ വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാക്കിയപ്പോൾ ഈ വർഷം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ സ്റ്റാഫ് അംഗങ്ങളും PTA അതുപോലെ തന്നെ ഈ നാട്ടിലെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളുമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ ഉദ്യമത്തിന് മുതിർന്നത്. അവരിൽ നിന്നും അകമഴിഞ്ഞ പിന്തുണ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിഞ്ഞാന്നായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. ഏറെ വിദ്യാർത്ഥികൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അവർ കയറിയിറങ്ങി അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ളത് പോലും അവർ എടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ മനസ്സ്, ആ മുഖം നമുക്ക് കാണാൻ വായിക്കാൻ സാധിച്ചു. അവരെ ഇവിടെ ഞങ്ങൾ ആരും നോക്കിയിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോകാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുത്തത്. ഈ സ്കൂളിലെ മാത്രം കുട്ടികളാണോ അതോ മറ്റുള്ളവരെ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ടോ ഈ ഓണക്കോടി എടുക്കാനായി? ഇന്നലെയും ഇന്നും അവർക്ക് വിദ്യാർത്ഥികൾക്കാണ് അവസരം കൊടുത്തുള്ളത്. നാളെ നമുക്ക് ഈ നാട്ടിലെ ഈ വെങ്കിടങ്ങ് അല്ലെങ്കിൽ ഏനാമാവ് പ്രദേശത്തുള്ള ആർക്ക് വേണമെങ്കിലും ഈ സ്കൂളിലേക്ക് കടന്നു വരാനും ഇവിടേക്ക് കടന്നു വന്ന് വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുപോകാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇന്നിപ്പോൾ കുറേ കുട്ടികൾ എടുത്ത് കഴിഞ്ഞു. അതെ, ഇന്നലെ ഒരു 500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഷർട്ടുകളും പാൻസുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അത് ഇന്ന് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ചെണ്ണം ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്കൂളിലെ ടീച്ചർമാരൊക്കെ ഉണ്ട്. എന്താണ് ഈ സ്കൂളിലെ ഒരാളും ക്ലാസ്സിലെ ഒരു കുട്ടികളും ഓണക്കോടി ഇല്ലാതെ ഇത്തവണ ആഘോഷത്തിന് എത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്? അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അങ്ങനൊരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണ് കുട്ടികളുടെ ഒരു പ്രതികരണം? നമുക്ക് ഓണക്കോടി ഇങ്ങനെ കൊണ്ടുവന്ന് സ്കൂളിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ? വളരെ സന്തോഷമാണ് കുട്ടികൾ പ്രകടിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓണക്കോടി എന്നുള്ളത് എല്ലാവരെയും ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ അതിന് സാധിക്കാത്ത കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. അത് കുട്ടികൾക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാകുമ്പോൾ അവർ കുറച്ചും കൂടി സന്തോഷമാണല്ലോ. വീട്ടിലുള്ളവർക്കും എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, സാരി ആയാലും ഇതൊക്കെ ആയാലും അവരെടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു ഓണക്കോടി ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സുകളൊക്കെ സമാഹരിച്ചത് പല ഭാഗത്തുനിന്ന് പല കുട്ടികളും നൽകിയിട്ടുണ്ട്. കുട്ടികൾ തന്നു, ടീച്ചർമാർ തന്നു, ടെക്സ്റ്റൈൽസ് നിന്ന് കിട്ടി. ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഇതിൻ്റെ മുക്കാഭാഗം പോയേക്കായിരുന്നു, ഇന്ന് കുറേ വന്നിട്ടുണ്ട്. അതാണ്, ഇതൊരു കലവറ പോലെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ, അതായത് ഏത് പ്രായമാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഏത് പ്രായത്തിലാണെങ്കിലും ഉടുക്കാനുള്ള ഓണക്കോടി ഈ സ്കൂളിലെ ഈ മുറിയിലേക്ക് എത്തിയാൽ ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഓണത്തിന് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നൊരു ആശയത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സ്കൂളിൽ ഇങ്ങനൊരു ഓണക്കോടി നൽകാനുള്ള സംവിധാനം ഒരുക്കിയത്. സ്കൂളിലെ HM നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കഴിഞ്ഞ വർഷം ഓണക്കോടി ഉടുത്തു വരാൻ പറഞ്ഞപ്പോൾ അതിൽ എല്ലാവർക്കും ഓണക്കോടി ഉടുത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ അതിന് സമ്മതിക്കില്ല. ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അടക്കം പുതിയ ഓണക്കോടിയിൽ തന്നെ എത്തണമെന്നൊരു നിർബന്ധം സ്കൂളിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നല്ല ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയും വലിയൊരു വിജയമായി അത് മാറുകയും ചെയ്തത്. ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.